ഓ അയ്യോ പോയി. നമ്മൾ കൊണ്ടുവന്ന് പോരാ നമ്മള് ഏവിയറിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. ക്വാറന്റൈൻ ഒരു പിടിക്കൽ ഭയങ്കര റിസ്കുമാണ്. പോരാത്തതിന് ഈ കൂടാണ് പല റേറ്റ് ആണ്. 9, 10, 11 വരെ പറയുന്നുണ്ട് ആൾക്കാർ. അത് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബേർഡ്സേക്ക്. എന്റെ പേര് വിശാഖ്. അപ്പൊ ഇന്നത്തെ വീഡിയോ മറ്റൊന്നല്ല കേട്ടോ. ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകം എല്ലാവർക്കും അറിയാം, ഓണാണ്. അപ്പൊ എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ എല്ലാവർക്കും. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇന്ന് നമ്മൾ പുതിയൊരു പേരിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ബേർഡിനെ അതിനെ കാണിക്കാനാണ്. ഓക്കെ, കാണിച്ചു തരാം. നമ്മൾ കുറച്ചായി ബേർഡിനെ കൊണ്ടുവന്നിട്ട് ആള് ക്വാറന്റൈനിലായിരുന്നു. ഇപ്പൊ നിലവില് ഇതാട്ടോ നമ്മൾ കൊണ്ടുവന്ന് പോരാ നമ്മള് ഏവിയറിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. ക്വാറന്റൈൻ കാര്യങ്ങളും കഴിഞ്ഞ് ഡീവാമിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ടാട്ടോ. അതുപോലെ തന്നെ നമ്മൾ പുതിയ കേജ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ അടിച്ച കേജ്. സെക്ഷനിൽ 3 കേജ് ആണുള്ളത്. 1, 2, 2 എന്നുള്ള സൈസിലാണ് കേജ് അടിച്ചുള്ളത്. നിലവിൽ നമ്മളിപ്പോ നമ്മളെ കൊനൂർസുകൾക്കാണ് മെയിൻ ആയിട്ട് കേജ് അടിച്ചുള്ളത്. നമ്മുടെ സൺകൊനൂർസ് പൈനാപ്പിൾ കൊനൂർസ്, അതേപോലെ ബ്ലാക്ക് ക്യാപ്പ് കൊനൂറ്, ക്രിംസൺ. അപ്പൊ ഈ 3 പേരെല്ലാം നമ്മൾ ഈ സെക്ഷൻ ആയിട്ടാണ് പോകുന്നത്. മാത്രമല്ല ഇനിയിപ്പോൾ ആ സെക്ഷനിലേക്കുള്ള എല്ലാ കേജുകളും ഇപ്പൊ നമ്മൾ അടിച്ച മരത്തിന്റെ കേജുകളൊക്കെ നമ്മൾ ഇവിടുന്ന് പുറത്തിറക്കാൻ പോവാണ്. ഇതിപ്പോ നമുക്ക് പഴയ കേജാണ്. ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഴയ വന്ന കേജുകൾ ഒന്ന് റീവർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ആ പഴയ കേജുകൾ റീവർക്ക് ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പെയിന്റ് കാര്യങ്ങൾ അടിച്ച് 4 ലെഗും കൊടുത്ത് അത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ എല്ലാത്തിനും ബോക്സ് വെക്കണം. ഇപ്പൊ ഈ ഒരു ബോക്സ് നമ്മൾ നിലവിൽ വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിനും ബോക്സ് വെക്കണം കേട്ടോ. ഇപ്പൊ വന്ന ആൾക്കാരെ കാണിച്ചാൽ ഇത് ബ്ലാക്ക് ക്യാപ്പ് കൊനൂർ പറയും. കൊനൂറൊക്കെ തന്നെയാണ്, സെയിം കൊനൂറുകളെ പോലെ തന്നെയാണ് ബ്രീഡിങ് കാര്യങ്ങളെല്ലാം തന്നെ. പക്ഷെ ഒരു വ്യത്യാസം വെച്ചാൽ നോർമൽ കൊനൂർസിനെ പോലെ മാർക്കറ്റ് റേറ്റ് കുറച്ച് കൂടുതലാണ്. കാരണം ഒരു 8 രൂപ പോട്ടിട്ട് പലയിടത്തും പല റേറ്റ് ആണ്. 9, 10, 11 വരെ പറയുന്നുണ്ട് ആൾക്കാർ. ഓക്കെ, നമ്മളിതിനെടുത്തത് ഏകദേശം ഒരു 9.5 ആ റേഞ്ച് ആയിട്ടോ. ടോട്ടൽ വരുമ്പോൾ 9, 10 റുപ്യട്ടായി. പിന്നെ 2 ആളും മെയിലും ഫീമെയിലും 3 ഇയർ ആണ്. 3 ഇയർ ഉള്ള മെയിലും ഫീമെയിലും, 3 ഇയർ DN ഉള്ള ഫീമെയിൽസ് കേട്ടോ ഇവര് വരുന്നത്. പിന്നെ അപ്പൊ ഇവരെ ഫുഡിന്റെ രീതി എങ്ങനെയാ വെച്ചാൽ നോർമൽ നമ്മളെ കൊനൂർസുകളെ പോലെ തന്നെ സീഡ് മിക്സ്, സ്പ്രൗട്ടഡ്, അത് വെജിറ്റബിൾസ്, നമ്മളെ എല്ലാ തരം ഫ്രൂട്ട്സും, മിക്ക ഫ്രൂട്ട്സും കഴിക്കും കേട്ടോ. അങ്ങനെ തന്നെയാണ്. സ്മോൾ കൊനൂർസുകൾ അത്ര തന്നെ വലിപ്പമുള്ളൂ. 2 ആളും വൈൽഡ് ആണ്, ടേംഡ് അല്ല കേട്ടോ. 2 ആളും വൈൽഡ് ആണ്. ഇനി കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു ബ്ലാക്ക് ക്യാപ്പ് കൊനൂറിന് എടുക്കണം എന്നുള്ളത്. അങ്ങനത്തെ ബ്ലാക്ക് ക്യാപ്പ് കൊനൂർസ് ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആശിച്ചെടുത്തൊരു പേസാണ്. ഇവരെ ഹാൻഡ് ഫീഡ് ചിക്കൻ അത്യാവശ്യം നല്ല മാർക്കറ്റ് വരുന്നുണ്ട്. നിലവിൽ ഒരു 2.5 റുപ്യ 3 റുപ്യ റേഞ്ചിലൊക്കെ മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഹാൻഡ് ഫീഡ് ചിക്കനുകൾക്ക്. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരിൽ ഇവർ ബ്ലാക്ക് ക്യാപ്പ് കൊനൂർസ് ആയി തുടങ്ങി. ആദ്യം ആൾക്കാർക്ക് കുറവായിരുന്നു. ഇനി ഇവർ കളർ ഒന്നുകൂടി വരാണ്ട്. കാരണം ഫീമെയില് ഡിവാം ചെയ്തപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം കുറച്ച് ഫെദറിന്റെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റെഡിയായി ഫീമെയിൽ ഒന്ന് ഗ്രോത്ത് ആയി വരാണ്ട് കേട്ടോ. മെയില് നമ്മുടെ തന്നെയുള്ള മെയിലാണ്. അത് അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇവരെ നമ്മൾ ഇത്രയും ദിവസം ക്വാറന്റൈൻ 25 ദിവസമായി ക്വാറന്റൈൻ ആയിട്ട്. ഇന്നലെ നമ്മളിവിടെ കയറ്റി. അതായത് ഓണത്തിന് തലേന്നാണ് നമ്മൾ കയറ്റിയത്. ഇന്ന് പോകണം. അതുകൊണ്ട് എന്തായി ഇന്നിപ്പോൾ ഇവരെ ഫ്രീ ആക്കി നമ്മൾ ആ കേജിലേക്ക് ഇടാൻ പോവാ കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് നിലവിൽ ഇവരെ നമുക്ക് ആ കൂട്ടിലേക്ക് ഇടാം കേട്ടോ. ഇപ്പം എങ്ങനെ ഇടും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പിടിക്കൽ ഭയങ്കര റിസ്കുമാണ്. പോരാത്തതിന് ഈ കൂടാണെങ്കിൽ ഭയങ്കര ടൈറ്റുമാണ്. റെഡിയായി വരുന്നേ ഉള്ളൂ. രണ്ടും കൂടി പൂർണ്ണ മട്ടാണ്. നോക്കി വെക്കാം, കേറി നോക്കി വെക്കാം. പിടിച്ചിട്ടുണ്ട് വരില്ലേ? അയ്യോ പോയി. ഇപ്പൊ തന്നെ പിടിച്ചിടാൻ നിവൃത്തിയില്ല തോന്നുന്നുണ്ട് ഗൈസ്. പിടിച്ചിട്ടേ നടക്കുള്ളൂ. കാരണം അവർക്ക് കേജ് മാറി കാണുന്നത് മനസ്സിലാവുന്നില്ല. നമുക്ക് പിടിക്കാം കേട്ടോ. ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ആളാണ് കേട്ടോ നമ്മളെ കേജിലെ. എന്താ സ്ഥിതി? എന്തിനൊക്കൊന്നുമില്ല, ആക്റ്റീവ് ആട്ടോ. വന്ന സമയത്ത് ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു. ഇത് നമ്മളെ ഫീമെയിലാട്ടോ. ഈ ചെറിയ കേജും വലിയ കേജിലേക്ക് മാറുമ്പോഴേ ഓർക്കാൻ ഒരു സമാധാനമാണ്. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറയാമല്ലോ ഗ്ലൗസ് ഇട്ട് പിടിക്കണമെന്ന്. ഗ്ലൗസ് ഇട്ട് പിടിക്കുന്നത് വേറെ ഒന്നുമില്ല, അത് അവർ കടിച്ചാൽ വരെ നമുക്ക് വലിയൊരു വിഷയം വരില്ല. ഇങ്ങനത്തെ ഗ്ലൗസാണ് പ്രത്യേകിച്ച് കേട്ടോ. അധികം പേടിപ്പിക്കാതെ വേണ്ടോ, പക്ഷെ പിടിക്കാനും പേടിപ്പിച്ചാൽ പണിയാവും. ഇത് പെട്ടെന്ന് അറ്റാക്ക് വരുന്ന ഇതാണോ. അപ്പൊ നല്ല ബൈറ്റ് ചെയ്യും. നല്ല ഗ്രോത്ത്, നല്ല ശക്തി ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് ആള്. കടിക്കോളാം.
ഓനിട്ട് കൊടുക്കാം. അപ്പോൾ 2 നമ്മൾ ഇട്ടുണ്ട് കേട്ടോ. മെയിലൊന്നാ കൂടുന്നതാണെങ്കിൽ വരണം. ഓന് ചെറിയൊരു വിഷയം ഉണ്ട്. അത് ഇട്ടപ്പോൾ ഒന്ന് സെറ്റായി വരേണ്ടതുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്ന് ഇനി ഓക്കെ ആയിക്കോളും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ പേരിട്ട് കേട്ടോ. അതേ കുഴപ്പം നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് കേട്ടോ 2 പേരും. ഇനി ഒരു ബ്രീഡിങ് കാര്യങ്ങളിലേക്ക് ഇനി പതുക്കെ കടന്നോളും. നിലവിൽ നമ്മളെ ഈ ഒരു കേജ് കാണിക്കാനും കൂടിയാട്ടോ ഞങ്ങൾ ബ്രീഡ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു കേജ് സെക്ഷൻ മാത്രമല്ല, നമ്മളിനി ഇവിടുന്ന് ഇങ്ങനെ കേജ് അടിക്കുമ്പോൾ നമ്മൾ ടോട്ടൽ ഇങ്ങനെ കേജ് കവർ ചെയ്യാൻ പോകാം കേട്ടോ. കുറച്ചുകൂടി ബേഡ്സിനെ കയറ്റണമെന്നുണ്ട്. പിന്നെ നമ്മളെ കുറച്ച് കോക്കറ്റൈൽസ് നമ്മൾ ബ്രീഡിംഗ് ബേസിന് കൊടുക്കാനുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇനി നമ്മളെത്തുള്ള കോക്കറ്റൈൽസുകൾ കുറച്ചിട്ട് വേറെ കുറച്ച് നല്ല മ്യൂട്ടേഷൻസിന് കയറ്റാനാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത്. അതിന് മുമ്പ് ഒന്നും കൂടി ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ എല്ലാവർക്കും നേരെയാണ് കേട്ടോ. അടുത്ത വീഡിയോ ഇരുതാം ബൈ. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കുക. സബ്സ്ക്രൈബ് ബെല്ലേക്ക് മറക്കില്ല കേട്ടോ. അടുത്ത വീഡിയോ കാണാതെ ബൈ.